ഇന്നസെന്റിന് അന്ത്യാഞ്ജലി. അരനൂറ്റാണ്ടുകാലം മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അഭിനയ പ്രതിഭയുടെ ഓർമ്മയിലാണ് മലയാളികൾ. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച് കേരളം. മൃതദേഹം ഇപ്പോൾ വിലാപയാത്രയായി ജന്മനാടായ ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോവുകയാണ്. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവർ അടക്കം ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാളിലും പിന്നീട് വീട്ടിലും പൊതുദർശനമുണ്ടാകും. ഇരിങ്ങാലക്കുട സെയിന്റ് തോമസ് കത്തീഡ്രൽ നാളെയാണ് സംസ്കാരം. എം.എസ്. സനീഷ് കുമാർ വിലാപയാത്രയ്ക്കൊപ്പമുണ്ട്. CB അനുമോദ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലുണ്ട്. ആദ്യം അനീഷിലേക്ക്. അനീഷ്, 12 മണിയായി പുറപ്പെട്ടപ്പോൾ എറണാകുളത്ത് നിന്ന്. എന്താണ് വഴിയിലെ അവസ്ഥ? ഇന്നസെന്റിനെ സ്നേഹിക്കുന്ന നിരവധി പേർ ഒരുപക്ഷെ അവിടെ കാത്തു നിൽക്കുകയും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടാവുമല്ലോ. എന്താണ് ഏറ്റവും പുതിയ അവസ്ഥ? മലയാളത്തിൻ്റെ അഭ്രപാളികളിലൂടെ അവിസ്മരണീയമായ നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്ത് അരങ്ങൊഴിഞ്ഞ ആ പ്രിയ നടൻ ഇന്നസെന്റിൻ്റെ അവസാന യാത്ര തൻ്റെ ജന്മനാടായ ഇരിങ്ങാലക്കുടയിലേക്കുള്ളത് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഇന്നസെന്റിൻ്റെ ചേതനയറ്റ ഭൗതിക ശരീരം നമുക്ക് മുന്നിൽ കാണുന്ന പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന KSRTC ബസ്സിൽ ഉള്ളത്. നേരത്തെ 11 കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലെ പൊതുദർശനം പൂർത്തിയാക്കി അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഇരിങ്ങാലക്കുടയിലേക്ക് പുറപ്പെട്ടത്. ഈ യാത്രയുടെ ഉടനീളം പലയിടങ്ങളിലും തങ്ങളുടെ പ്രിയ താരത്തെ ഒരു നോക്ക് കാണാനായി വഴിയരികിൽ തടിച്ചുകൂടി നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ നമുക്ക് കാണാമായിരുന്നു. ആലുവയിലും അങ്കമാലിയിലും മൃതദേഹം പൊതുജനങ്ങൾക്ക് ദർശിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്തു. നിരവധി പേരാണ് തങ്ങളുടെ അന്തിമോപചാരം അർപ്പിക്കാനായി ഇവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തിയത്. മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ആളുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വിലാപയാത്ര മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം നിർത്തിവെച്ച് ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ളൊരു അവസരം ഒരുക്കുന്നില്ല. കാരണം 12 മുതൽ 3:30 വരെയാണ് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ അദ്ദേഹത്തിന് ഭൗതിക ശരീരം ദർശിക്കാൻ ആളുകൾക്ക് അവസരം നൽകുമെന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ സമയം ഇപ്പോൾ വൈകിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 മണി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഏതാണ്ട് 3/4 മണിക്കൂർ കൂടി എടുത്താൽ മാത്രമാണ് ഇരിങ്ങാലക്കുടയിൽ എത്താൻ കഴിയുക. ഇപ്പോൾ വാഹനം കൊരട്ടി കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിൽ നിർത്തുകയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഏറെ മലയാളികൾ സ്നേഹിച്ച ഒരു താരമാണ്. ഒരു താരത്തിലുപരി അദ്ദേഹം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധിയായിരുന്നു. ചാലക്കുടി മണ്ഡലത്തിൻ്റെ MP ആയിരുന്നു. അങ്കമാലിയിലൊക്കെ അദ്ദേഹത്തിന് അത്തരമൊരു ആദരവും കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്നും നൽകുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു. മുരിങ്ങൂരിലേക്ക് ഈ വിലാപയാത്ര എത്തിയിരിക്കുന്നു. വീണ്ടും മുന്നോട്ട് തന്നെ നീങ്ങുന്നു. ആളുകളൊക്കെ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കുന്നില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ആശുപത്രിയിലേക്ക് സാധാരണക്കാരായ ആളുകളും സിനിമാ താരങ്ങളടക്കമുള്ളവരും ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലും മലയാളികൾ, കൊച്ചി നഗരവാസികൾ അദ്ദേഹത്തോടുള്ള എല്ലാ സ്നേഹവും പ്രകടിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. മലയാള സിനിമയിലെ വലിപ്പച്ചെറുപ്പമില്ലാതെ മെഗാ താരങ്ങൾ മുതൽ പുതുമുഖ താരങ്ങൾ വരെ തങ്ങളുടെ പ്രിയപ്പെട്ട ഇന്നസെന്റിനെ അവസാനമായി കാണാനായി എത്തി. മലയാള സിനിമാ മേഖലയ്ക്ക് ഒരു നടൻ്റെ വിയോഗം എന്നതിലപ്പുറം വളരെ മികച്ച ഒരു സംഘാടകനെ കൂടിയാണ് നഷ്ടപ്പെട്ടത്.
ഇടത് രാഷ്ട്രീയത്തിലെ ഒരു വലിയ വക്താവായി മാറിയിരുന്ന അദ്ദേഹം ഒരു പൊതുജന സേവകൻ എന്ന രീതിയിലും കൃത്യമായ തൻ്റെ അടയാളങ്ങൾ അവശേഷിപ്പിച്ചാണ് മടങ്ങുന്നത്. സാധാരണഗതിയിൽ ഒരു സിനിമാ നടനായി തന്നെ ജീവിക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്ത് അവർ ഈ അഭ്രപാളികളിൽ അവർ അഭിനയിപ്പിച്ച വേഷങ്ങൾ മാത്രം ബാക്കിയാക്കി മടങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വിവിധ തലങ്ങളിൽ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചാണ് ഇന്നസെൻ്റ് മടങ്ങുന്നത്. പ്രത്യേകിച്ചും ഒരു അർബുദ രോഗബാധിതൻ എന്ന രീതിയിൽ അർബുദ രോഗത്തോട് പടപൊരുതി നിന്ന ഒരാൾ, ചിരിച്ചുകൊണ്ട് ക്യാൻസറിനെ നേരിട്ട ഒരാൾ എന്ന രീതിയിൽ തന്നെയും അദ്ദേഹത്തെ കാലം അടയാളപ്പെടുത്തും. ഒരുപാട് മുന്നോട്ട് വരാനുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ക്യാൻസർ എന്ന രോഗത്തിൽ മഹാമാരിയിൽ കടന്നു പോകുന്ന ആളുകൾക്ക് ഉള്ളിൽ ആത്മവിശ്വാസത്തോടെ ആ രോഗത്തെ പുഞ്ചിരിയോടുകൂടി നേരിടാൻ ഒരുപാട് ആളുകളെ പ്രചോദിപ്പിച്ച ഒരു ആൾ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഇത്തരത്തിൽ ഒരു നടൻ എന്നതിലുപരി ഒരു വ്യക്തിയായും ഒരു സംഘാടകനായും ഒരു പൊതുജന സേവകനായും ഒരു മഹത്തായ അർബുദ രോഗത്തിനെതിരായ പോരാളിയായും ഒക്കെ കാലം അടയാളപ്പെടുത്തുന്ന ആളാണ് അദ്ദേഹം. ചാലക്കുടി പട്ടണത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ചാലക്കുടി പട്ടണത്തിലെ കടന്നു പോകുന്നത് നമുക്കറിയാം. ചാലക്കുടി പട്ടണം പ്രിയപ്പെട്ട കലാഭവൻ മണിയുടെ സ്വദേശമായിരുന്നു. കലാഭവൻ മണിയുടെ പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കലാഭവൻ മണിയുടെ വാക്കുകളിൽ കൂടിയെല്ലാം എപ്പോഴും പുറത്തേക്ക് എത്തുന്ന ഒരു പട്ടണമാണ് ചാലക്കുടി പട്ടണം. എന്തായാലും പാലത്തിൽ കയറിയുള്ള യാത്ര ഒഴിവാക്കി താഴേക്കാണ് യാത്ര പോകുന്നത്. ഒരുപക്ഷെ ചാലക്കുടിയിൽ അദ്ദേഹത്തെ കാണുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കലാഭവൻ മണിക്ക് എങ്ങനെ ചാലക്കുടി എന്നതുപോലെ തന്നെയായിരുന്നു ഇന്നസെൻറ്റിന് ഇരിങ്ങാലക്കുട. അദ്ദേഹത്തിൻ്റെ നർമ്മ പ്രധാനമായ സംഭാഷണങ്ങളിൽ, ടെലിവിഷൻ അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളിലൊക്കെ ഇരിങ്ങാലക്കുടയെ പറ്റി വാചാലനായി സംസാരിക്കുന്ന, നർമ്മം കലർന്ന ഒരു രീതിയിൽ സംസാരിക്കുന്ന ഇന്നസെൻറ്റിനെ കാണാം. അദ്ദേഹത്തിൻ്റെ അയൽവാസി ഇന്നസെന്റിന്റെ ഭൗതികദേഹം വഹിച്ചുള്ള യാത്ര അത് ഇപ്പോൾ ചാലക്കുടിയിലൂടെ കടന്നു പോവുകയാണ്. 12 മണിക്ക് ശേഷമാണ് അവിടെ എറണാകുളത്തെ ടൗൺ ഹാളിൽ നിന്നും എറണാകുളം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടത്. അനീഷ്, തുടരാം. തീർച്ചയായും കലാഭവൻ മണിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് ചാലക്കുടി എന്നതുപോലെ തന്നെയാണ് ഈ ഇന്നസെന്റിന് ഇരിങ്ങാലക്കുടി എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അദ്ദേഹം എല്ലാ യാത്രകളും തുടങ്ങിയത് അദ്ദേഹം ഒരു ബിസിനസ്സുകാരനായതും തടിക്കച്ചവടക്കാരനായതും നാടക നടനായും ഒക്കെ അല്ലെങ്കിൽ ഇത്തരം കലാരംഗത്തെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത് ഇരിങ്ങാലക്കുടക്കാർക്ക് മുന്നിലായിരുന്നു. അവിടെ നിന്നും തുടങ്ങിയ യാത്രകളാണ് വലിയ പോരാട്ടത്തിലേക്കും വലിയ അഭിനയ രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുമൊക്കെ അദ്ദേഹത്തെ പര്യാപ്തമാക്കിയത്. ഒപ്പം അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങളിലെ ഉൾക്കരുത്ത് പലപ്പോഴും സാധാരണക്കാരായ ജനങ്ങളോട് ഇടപഴകി സാധാരണക്കാരിൽ നിന്നും അതേപടി പകർത്തി വെള്ളിത്തിരയിൽ അഭിനയിപ്പിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് അത്രമേൽ ആത്മബന്ധം അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുടയിലൂടെ. കൊച്ചിയാണ് ഈ സിനിമാ മേഖലയുടെ തലസ്ഥാനമായി വർത്തിക്കുന്നത്. ഇരിങ്ങാലക്കുടയിൽ നിന്നും അദ്ദേഹം പുറപ്പെട്ട് കൊച്ചിക്ക് വരും. കൊച്ചിയിൽ നിന്നുള്ള മടക്കയാത്രകൾ പലപ്പോഴും ഇരിങ്ങാലക്കുടയിലേക്കും ഉണ്ട്. പക്ഷെ ഇത്തവണയുള്ള യാത്ര അദ്ദേഹം ഇനി ഒരു അഭിനയത്തിനായി അല്ലെങ്കിൽ ഇനി ഒരു വേഷത്തിനായി അദ്ദേഹം മടങ്ങി വരാത്ത രീതിയിലുള്ള യാത്രയാണ്. സലിംകുമാറും മറ്റുമൊക്കെ പറഞ്ഞതുപോലെ ഇന്നസെന്റ് മരിച്ചു എന്ന് കരുതാൻ തനിക്ക് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹത്തിന് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ഇന്നസെന്റ് മരിച്ചിട്ടില്ല, ഏതോ ഒരു ദൂര സ്ഥലത്ത് എവിടെയോ നമുക്ക് കാണാൻ പറ്റാത്ത ഒരിടത്തൊരു ഷൂട്ടിങ്ങിന് പോയതാണ് എന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്നാണ് സലിംകുമാർ പറയുന്നത്. ഒരുപക്ഷെ ആ സിനിമയിൽ ഞാനുമുണ്ട്, എന്റെ ഡേറ്റ് ഇതുവരെ ആയിട്ടില്ല, ആവാതിരിക്കില്ലല്ലോ എന്ന രീതിയിലാണ് സലിംകുമാർ വളരെ വൈകാരികമായി ഇന്നസെന്റിന്റെ യാത്രയെ പറ്റി പറയുന്നത്. എന്തായാലും സിനിമാ മേഖലയിലുള്ള എല്ലാ ആളുകളും അത്തരത്തിലൊരു വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നത്. കാരണം കേവലം ഒരു നടനായി അഭിനയിച്ചു പോകുന്നതിനപ്പുറം സിനിമാ സംഘടനയുടെ തലപ്പത്ത് 18 വർഷങ്ങൾ നിലയുറപ്പിച്ച ഒരു പ്രധാന സംഘാടകനായിരുന്നു, അവരെ നയിച്ച നായകനായിരുന്നു. അമ്മ എന്ന ആ സംഘടന വലിയ പ്രശ്നങ്ങളും സംഘർഷഭരിതമായ കൊടുങ്കാറ്റിലും ഒക്കെപ്പെട്ട് ഉലയുമ്പോഴും ഒരു അനക്കവുമില്ലാതെ ഈ സംഘടനയെ നയിച്ച കപ്പിത്താനായിരുന്നു അദ്ദേഹം. ഈ പ്രായമായ അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കായുള്ള പെൻഷൻ പദ്ധതിയും ഈ സിനിമാ താരങ്ങൾ ഈ 1, 2 അല്ലെങ്കിൽ 5, 10 താരങ്ങളാവും വെള്ളി വെളിച്ചവും വലിയ വരുമാനവും ഒക്കെ ഉള്ള വലിയ ആഡംബര ജീവിതം നയിക്കാൻ പര്യാപ്തമായവർ, ഇതില്ലാതെ കഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകൾ ഈ സിനിമാ മേഖലയിൽ
സജീവ രംഗത്ത് തുടരുന്നവർ പോലും ഉണ്ട് എന്ന് പലവട്ടം ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ട്. അത്തരം ആൾക്കാർക്കായുള്ള ചികിത്സാ സഹായം, അഭയം തൊഴിലാക്കി വർഷങ്ങൾ പിന്നിട്ടിട്ടും തലചായ്ക്കാൻ ഒരു കൂര പോലും നിർമ്മിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർ, അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് അമ്മയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിക്കാൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ 2020 പോലെ എല്ലാ താരങ്ങളെയും അണിനിരത്തി ഒരു സിനിമ നിർമ്മിക്കാൻ കാട്ടിയ ചങ്കൂറ്റം, വർഷാവർഷം ഈ സാമ്പത്തിക ശേഖരണത്തിനായി, സമാഹരണത്തിനായി നടത്തുന്ന ഈ താരസന്ധ്യകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് ഈ സിനിമാ ലോകത്തെ ഒട്ടാകെ കോർത്തിണത്തിക്കൊണ്ട് ഇന്നസെന്റ് നടത്തിയിരുന്നത്. അതിൽ പലപ്പോഴും അഭിമുഖങ്ങളായും കഥകളായും ഒക്കെ ഈ ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യുന്നതെന്ന് പോലും ഇന്നസെന്റ് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ മറ്റൊരാളായാൽ ആളുകൾ വഴങ്ങാത്ത വിധം അത്രമേൽ ആജ്ഞാശക്തിയും ആളുകളുമായി ഇടപഴകി പരിചയവും ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമൊക്കെ ഉള്ള ഒരു നേതാവിനെ കൂടിയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത്. എന്തായാലും ആ വികാരം അങ്ങേയറ്റം ഉൾക്കൊണ്ട് മലയാള സിനിമയുടെ ഒരു വലിയ പങ്ക് ആളുകളും ഈ ഇന്നലെ രാത്രി മുതൽ ഇന്നസെന്റിനെ ഒരു നോക്ക് കാണാനായി ആശുപത്രിയിലേക്കും പിന്നീട് കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലേക്കുമൊക്കെ എത്തി. മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ ആശുപത്രിയിൽ രാത്രി ഏറെ നേരം ചെലവഴിച്ചിട്ട് രാവിലെ തന്നെ വീണ്ടും കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന്, തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. ഒപ്പം വിതുമ്പി കരഞ്ഞ് ഈ ആശുപത്രി വിടുന്ന ജയറാമിനെ പോലുള്ള താരങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളെ കണ്ടു. ഒരുപാട് നാൾ ഒന്നിച്ച് അഭിനയിച്ച് അരങ്ങൊഴിയുന്ന ഇന്നസെന്റിനെ യാത്രയാക്കാൻ മുകേഷിനെ പോലുള്ള ആളുകൾ എത്തുന്നത് കണ്ടു. മാന്നാർ മത്തായി സ്പീക്കർ പോലെയുള്ള ഉടനീള ഹാസ്യ ചിത്രങ്ങൾ ചെയ്ത് മനസ്സിലേക്ക് തുളഞ്ഞു കയറിയ ആൾ കൂടിയാണ് ഇന്നസെന്റ്. എന്തായാലും അത്തരത്തിലുള്ള എല്ലാ ഒരുപാട് ഓർമ്മകൾ, അങ്ങനെ അനീഷ് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ ബാക്കി വെച്ച് ഇന്നസെന്റ് സ്വന്തം തട്ടകത്തിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് മടങ്ങുകയാണ്. CV അനുമോദ് അവിടെ ഇരിങ്ങാലക്കുടയിലുണ്ട്. അനുമോദ, ഇരിങ്ങാലക്കുടക്കാർക്ക് ഇരിങ്ങാലക്കുടയിൽ ജീവിക്കാൻ ആഗ്രഹിച്ച, ഇരിങ്ങാലക്കുടയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിച്ച ഒരു നടൻ, അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തുകയാണ് അവസാനമായി. എന്താണ് അവിടുത്തെ ഏറ്റവും പുതിയ സാഹചര്യം? പൊതുദർശനത്തിലെ ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ്? രഞ്ജിത്ത്, ഞാൻ നിൽക്കുന്നത് ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ്. ഇവിടെയാണ് അദ്ദേഹത്തിന് ഭൗതിക ശരീരം അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നത്. നമ്മൾ കാണുന്നത്, ദൃശ്യങ്ങളിൽ കാണാം, പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ CBK തോമസ്, സത്യനന്ദിക്കാട് തുടങ്ങിയ പ്രമുഖരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. വലിയ ഒരു ജനസഞ്ചയം അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. നമ്മോടൊപ്പം ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സോണിയ ചേരുന്നുണ്ട്. എന്ന വലിയ ഒരു പ്രിപ്പറേഷൻ ആണല്ലോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ അന്ത്യോപചാരം. ഇരിങ്ങാലക്കുട അദ്ദേഹത്തിനെ യാത്ര അയക്കുമ്പോൾ അങ്ങനെ ഒരു യാത്രയപ്പ് തന്നെ വേണമെന്ന് ഞങ്ങൾക്ക് വലിയ നിർബന്ധമുണ്ട്. കാരണം ഇരിങ്ങാലക്കുട എന്നുള്ള ഒരു പേര് ഒരിക്കലും ഇന്നസെന്റിനെ വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ലോകം മുഴുവൻ ഇരിങ്ങാലക്കുട എന്ന് അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഇപ്പോൾ ഇരിങ്ങാലക്കുട എന്നൊരു പേരുണ്ടെങ്കിൽ അതിനൊപ്പം ചേർത്ത് വെച്ച പേരാണ് ഇന്നസെന്റ് എന്നുള്ളത്. അപ്പം ആ ഒരു ആദരവ് കൊടുക്കണം. ഒരുപക്ഷെ ഒരു സിനിമാ പ്രവർത്തകൻ, ഒരു സിനിമാ നടൻ എന്നതിനേക്കാളും ഉപരിയായി അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായും തുടങ്ങിയത് അങ്ങനെ തന്നെയായിരുന്നു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ഒരു കൗൺസിലറായിട്ടാണ് അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം ആരംഭിച്ചത് 79. അത് കഴിഞ്ഞ് അതിനുശേഷം പിന്നെ സിനിമ എന്നുള്ള അദ്ദേഹത്തിന്റെ മോഹം അദ്ദേഹം അച്ചീവ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രതിസന്ധികളെ, സിനിമ അത്ര ഒന്നും എളുപ്പമായിരുന്നില്ലാത്ത ഒരു സമയത്ത് അദ്ദേഹം അതിജീവിച്ച് പിടിച്ചെടുത്ത് ആ ഒരു കിരീടം കിട്ടിയതാണ് അദ്ദേഹത്തിന്. ആ കിരീടത്തിന് ഇനി ഒരിക്കലും മറ്റൊരാൾക്ക് പകരം വെക്കാനായിട്ട് സാധിക്കില്ല ആ ഒരു സ്ഥാനം. നടൻ, ജനപ്രതി എന്നതിനപ്പുറം ഇരിങ്ങാലക്കുടക്കാർക്ക് സ്വന്തം ഒരു സഹോദരൻ എന്ന സ്നേഹം, അത്തരത്തിലൊരു ബന്ധമാണ് ഇവിടെ എല്ലാവർക്കും പങ്കുവെക്കാനുള്ളത്. അത് ഇന്നസെന്റ് ഏട്ടന്റെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശൈലി തന്നെയായിരിക്കും അതിനൊരു കാരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. എപ്പോഴും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ഒരാൾ നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ എപ്പോഴും തമാശയും അതുപോലെ. പക്ഷെ അതിലൊക്കെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരിക്കലും പറയുന്ന കാര്യങ്ങളൊന്നും വെറും തമാശകളല്ല. അതിലൊക്കെ ചിരിയോടൊപ്പം ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പുസ്തകം തന്നെ, ക്യാൻസർ വാർഡിലെ ചിരി എന്നുള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ അത് നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു വലിയ മോട്ടിവേഷനാണ് തരുന്നത്. അത് അങ്ങനെയൊന്നും എഴുതാൻ എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമില്ല. അദ്ദേഹം തമാശയിൽ പറയും, ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ചും സ്കൂളുകൾ മാറിയതിനെക്കുറിച്ചും ഒക്കെ എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ എഴുത്ത് അത് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് തന്നെയാണല്ലോ, പാഠപുസ്തകമായിട്ട് വരെ പഠിക്കാൻ. ഇനി അല്പസമയം മാത്രമേ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അല്പസമയത്തിൽ എത്തിച്ചേരുമല്ലോ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരുക്കങ്ങളൊക്കെ?
ഇവിടെ ഒരുക്കങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ CM വരും എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ പ്രോട്ടോകോൾ നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഒരുപാട് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി വ്യക്തിത്വങ്ങളാണ് ഇന്നിവിടെ എത്തിച്ചേരാമെന്ന് ഉള്ളത്. ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ 4 മണി വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ജനങ്ങളുടെ ഒരു വരവ് പോലെ ഇരിക്കും. പിന്നെ വീട്ടിലും കൂടെ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് ആവാം. വളരെ നന്ദി ചെയർപേഴ്സൺ ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. നമ്മളിപ്പം നമ്മൾ ദൃശ്യങ്ങൾ കാണാം. നിരവധി പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ശ്രീ മുൻ മന്ത്രി കൂടിയായ VS സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. സുനിലേട്ട ഇരുന്നാൽ മതി. സുനിലേട്ടന് വളരെ ആത്മബന്ധമുണ്ട് ഇന്നസെന്റ് ചേട്ടനായിട്ടെന്ന് അറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് സത്യേട്ടൻ ഇരിക്കുന്നുണ്ട്. സത്യേട്ടന് ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഇന്നസെന്റ് ചേട്ടനായിട്ട് ഉള്ള എൻ്റെ ബന്ധം, കൂടുതൽ ബന്ധം ഉണ്ടാവുന്നത് ഞങ്ങൾ ഒരുമിച്ച് 2015 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമ്പോൾ കൈപ്പൊങ്കലത്ത് MLA ആയിരുന്നു. ഞാൻ ചാലക്കുടി മണ്ഡലത്തിൽ പെടുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഈ ഇലക്ഷൻ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു വർക്കാണ്. പക്ഷെ ഞാൻ ഇന്നസെന്റ് ചേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്കൊരിക്കലും ഒരു കഷ്ടപ്പാടായിട്ടില്ല തോന്നിയത്. ഇനിയും കുറേ ദിവസം കൂടി ഇലക്ഷൻ വർക്ക് നീണ്ടുപോട്ടെ എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. കാരണം അത്രമാത്രം എൻജോയ് ചെയ്തിട്ട് ഇലക്ഷൻ വർക്ക് ഞാൻ മുമ്പൊരിക്കലും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം അത്ര എൻജോയ്മെന്റ് ആയിരുന്നു. ഒരു വഴി കൂടെ നടന്നു പോകുന്ന ഒരാളെ കണ്ടാൽ ഇന്നസെന്റ് ഏട്ടൻ അതിനൊരു ഒബ്സർവ് ചെയ്തിട്ടൊരു കഥ പറയും. അത് ഇന്നതാണ് കാര്യം എന്ന് പറയും. എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്നസെന്റ് ഏട്ടൻ പറയണേ അത് ഇന്നതാണ് കാര്യം. ഒക്കെ നർമ്മങ്ങളാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ നല്ല കടുത്ത വെയിലിൽ കൂടെ പോകുമ്പോഴും നമുക്ക് ഒരു വളരെ കുളിരുള്ളൊരു ഓർമ്മ പോലെയാണ് ഇങ്ങനെ നടന്നു പോകുക. അത്രമാത്രം സന്തോഷം തോന്നിയിട്ടുള്ളൊരു അനുഭവങ്ങളാണ്. പരിണിതപ്രജ്ഞ രാഷ്ട്രീയക്കാരനേക്കാൾ മികച്ച രീതിയിൽ. അയ്യോ, അദ്ദേഹം ഇപ്പം ഈ മരിക്കുന്നതിനൊക്കെ തൊട്ട് മുമ്പ് വിളിച്ചു പറഞ്ഞതും തമാശയാണ്. അദ്ദേഹം തളർന്നു കിടക്കണം. അദ്ദേഹം അപ്പൊ തളർന്നു കിടക്കുമ്പോൾ അദ്ദേഹം പറയണ്, എനിക്ക് എണീക്കണമെന്നുണ്ട്. ഡോക്ടർമാര് പലതും ചെയ്തിട്ടുണ്ട്. ഞാൻ സത്യനന്ദിക്കാരനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. KPSC ലളിത മാത്രമല്ല മരിച്ചിട്ടുള്ളൂ. കുറെ നടികളുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കൊണ്ടുവന്ന് എൻ്റെ അടുത്തൊക്കെ നിർത്തിയാൽ ഞാൻ ചിലപ്പോൾ രക്ഷപ്പെടുകയാണെങ്കിൽ. അപ്പം അതൊന്നും സത്യം സംഭവിക്കില്ല, എന്നെ വഴക്ക് പറയണമെന്നൊക്കെ പറഞ്ഞു. ഇത് ന്യായമായിട്ടുള്ള കാര്യമില്ല, അവരോടൊക്കെ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പിന്നെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരിനെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അതുവരെ ആലീസിന് ഒഴിവുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ വന്നതിന് ശേഷം ആലീസ് അവിടെ നിന്ന് മാറണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമാശപ്പെട്ട പരാതികൾ. അത് സംസാരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം താഴ്ന്നു പോകുന്നു, ശബ്ദം താഴ്ന്നു പോവാണ്. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനത്തെ തമാശ പറഞ്ഞ. അപ്പൊ നമുക്കൊരു വിഷമം തോന്നുമ്പോ ഇന്ന് ചേട്ടന് ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് നോക്കുമ്പോ ആള് ഇങ്ങോട്ട് തമാശ പറഞ്ഞ് നമ്മളെ ചികിത്സിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു ഇങ്ങനൊരു മനുഷ്യൻ നമുക്കിടയിലൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളത് കുറെ കാലം കഴിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. ഇനി ആളുകള് ഇന്നസെന്റ് ഏട്ടന്റെ പഴയ അനുഭവ കഥകളും പറയുമ്പോഴേ ഇങ്ങനെയൊക്കെ ആൾക്കാർ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ സ്നേഹവും, എന്നോട് വളരെ സ്നേഹം. ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും എന്നെ വിളിക്കും. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത ഒരു അടുപ്പം അദ്ദേഹമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് നമ്മളാരും ഇത്രയും പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രതീക്ഷയില്ല. കാരണം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഉണ്ടായിട്ട് അവനൊക്കെ അതിജീവിച്ച് വന്ന് വീണ്ടും നമുക്ക് സല്യൂട്ട് തന്ന ആളാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യന്റെ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമയെ പറ്റി സത്യേട്ടൻ പറഞ്ഞ എൻ്റെ അടുത്ത് എത്ര ആളുകൾ മരിച്ചുപോയി. ഇപ്പൊ നമ്മുടെ ആ ജനറേഷനിൽ പെട്ട എല്ലാവരും മരണപ്പെട്ടു പോയി. ഇന്നസെന്റ് ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം പോയോടുകൂടി വലിയൊരു ശൂന്യതയാണ്. ഇപ്പോൾ ജഗതി ശ്രീകുമാർ നിശബ്ദനായിരിക്കുന്നു, ഇന്നസെന്റും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹം പോയി കഴിഞ്ഞാൽ മലയാള സിനിമയുടെ ഒരു മഹത്തായ കാലഘട്ടം അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. സത്യേട്ടൻ ഇവിടെ ഉണ്ട്. സത്യേട്ടനോടൊന്നും നമുക്ക് ചോദിക്കാൻ കഴിയില്ല, കാരണം സത്യേട്ടൻ്റെ മാനസികാവസ്ഥ നമ്മൾ കാണുന്നതാണ്. എന്താണെങ്കിലും ഈ ഒരു അവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചേരുന്ന എല്ലാവരും. വൈകാരികമാണ് നമ്മൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെ. ഇന്നസെന്റിനോട് വ്യക്തിപരമായി അടുപ്പമുള്ള, ഹൃദയബന്ധമുള്ള, അത്രയും ആത്മബന്ധമുള്ള ആളുകളാണ് ഇരിങ്ങാലക്കുടയിലെയും തൃശ്ശൂരിലെയും ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തരും. നമുക്ക് എന്താണെങ്കിലും കൂടുതൽ പേർ ഇരിങ്ങാലക്കുടയിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ, ഈ ടൗൺ ഹാളിലേക്ക് ചേരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 2 മണിയോടെ തന്നെ ഇന്നസെന്റിൻ്റെ ഭൗതിക ശരീരം ഇവിടെ എത്തിച്ചേരും. മുഖ്യമന്ത്രി 3 മണിയോടെ ഇവിടേക്ക് എത്തി ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ നിശ്ചയിച്ചതിലും കൂടുതൽ സമയം
ടൗൺ ഹാളിൽ പൊതുദർശനം നീണ്ടേക്കും. ആളുകളുടെ ഒഴുക്ക് ഉണ്ടാകുമെന്നതിൻ്റെ കണക്കൂട്ടലിലാണ് അത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ 6 മണിക്ക് ശേഷമായിരിക്കും 7 മണിയോടെ ആകും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോവുക. നാളെ പുലർച്ചെ വരെ, നാളെ 9 മണി വരെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വീട്ടിലായിരിക്കും ഉണ്ടാവുക. മോഹൻലാൽ അടക്കമുള്ളവർ അവിടേക്ക് എത്തുമെന്നാണ് കണക്കൂട്ടൽ. എന്താണെങ്കിലും പൊതുദർശനത്തിന് തങ്ങളുടെ പ്രിയ നടന്, പ്രിയ പുത്രന്, പ്രിയ സഹോദരന് ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ ഇരിങ്ങാലക്കുട ഹൃദയവേദനയോടെ തയ്യാറെടുക്കുകയാണ്. രഞ്ജിത്ത്. നിരവധി ഇന്നസെന്റിന് പ്രിയപ്പെട്ടവരാണ് ഇരിങ്ങാലക്കുടയിലെത്തിയിരിക്കുന്നത്. ഇന്നസെന്റിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ CV അനുമോദ് അവിടെ ഉണ്ടായിരുന്നു. സത്യനന്ദിക്കാടിനെ പോലെയുള്ള സംവിധായകരൊക്കെ ഇന്നസെന്റിനോട് ഏറെ അടുപ്പമുള്ളവരൊക്കെ സംസാരിക്കാൻ പോലും വാക്കുകളില്ലാതെ ഏറ്റവും അവസാനമായി പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കാണാനായി അവിടെ കാത്തിരിക്കുന്നു. അല്പസമയത്തിനകം ഇന്നസെന്റിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര അങ്ങോട്ടേക്കെത്തും. വൈകുന്നേരം വരെ അവിടെ പൊതുദർശനം ഉണ്ടാകും. പിന്നീട് വസതിയിലേക്ക് ഭൗതികദേഹം കൊണ്ടുപോകുമെന്നാണ് ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പ്. ജനജീവിതത്തിൽ നർമ്മം നിറച്ച നടൻ ഇന്നസെന്റ് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മുൻ MP കൂടിയായ അദ്ദേഹം ജനങ്ങളെ ആവേശഭരിതരാക്കിയെന്നും മോദി ട്വീറ്റ് ചെയ്തു. ഇന്നസെന്റിന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അനുശോചിച്ചു. എല്ലാ രംഗത്തും തിളങ്ങി ആണ് അദ്ദേഹം നിന്നിരുന്നത്. ജനപ്രതിനിധിയായി വന്നപ്പോഴും ഞങ്ങളെല്ലാമായി വളരെ സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരെയും, പ്രത്യേകിച്ച് ഈ ക്യാൻസർ രോഗബാധിതരായ ആളുകൾക്ക്, അദ്ദേഹത്തിന് ക്യാൻസർ രോഗം വന്നതിന് ശേഷം അദ്ദേഹം കൊടുത്തൊരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അസുഖബാധിതനായി അദ്ദേഹം അതിനെ മറികടന്ന ആ ഒരു കഥ വളരെ സരസമായി എല്ലാവരിലേക്കും അത് പകർന്നു കൊടുത്തുകൊണ്ട് ഒരുപാട് രോഗികളായ ആളുകൾ, തളർന്നുപോയ ആളുകൾ, ജീവിതത്തിൽ ഇനി ഒരു ലക്ഷ്യവുമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്നിരുന്ന ആളുകൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്ത് അവരവരുടെ വിൽ പവറാണ് ഈ രോഗത്തെ മറികടക്കാനുള്ള ഏറ്റവും വലിയ ആയുധമെന്ന് ഒരുപാട് രോഗികൾക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഞാൻ ഒരു നടനെന്നുള്ള നിലയിലും ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ വളരെ വിസ്മയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കണ്ടത്. ഒരാൾക്ക് മറ്റൊരാളിലേക്ക്, തളർന്നു കിടക്കുന്ന മറ്റൊരാളിലേക്ക്, ഈ ഒരു അസുഖം അതിജീവിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഒരു എനർജി പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയും അത് തെളിയിച്ചു. ഒരുപാട് പേർക്ക് അതൊരു വലിയ ശക്തിയായി മാറി. അങ്ങനൊരു നല്ല മനുഷ്യസ്നേഹി കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ദുഃഖം ഞാൻ പങ്കുവയ്ക്കും. താൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവചരിത്രപരമായ രീതിയിലുള്ള വിശദീകരണങ്ങളുമെല്ലാം ഈ കേരളത്തിലെ നന്മയെയാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. വലിയൊരു നഷ്ടമാണ് കലാകേരളത്തിലും സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും ഇന്നസെൻ്റെ വിയോഗത്തോടുകൂടി ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഖാക്കൾ എല്ലാവരുടെയും ദുഃഖത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ കേരള സംസ്ഥാന കമ്മിറ്റി അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്, ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ഇന്നസെന്റിന്റെ വിയോഗം മലയാള സിനിമയ്ക്ക് കനത്ത നഷ്ടമെന്ന് ഗാന രചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി പറഞ്ഞു. നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാട് ഇനിയും എത്രയോ വർഷം ഓർമ്മിക്കാൻ വേണ്ടി, ചിരിക്കാനും വേണ്ടി തന്നിട്ടാണ് ഇന്നസെന്റ് പോയത്. ആ പോക്ക് വല്ലാത്തൊരു മലയാളിയുടെ മനസ്സിൽ മുഴുവൻ നൊമ്പരം വെച്ചിട്ടാണ് അദ്ദേഹം പോയത്. ആ ദുഃഖത്തിൽ എല്ലാവരുടെ ഒപ്പം ഞാനും എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് നല്ലൊരു മരണാനന്തര ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നസെന്റിന്റെ വിയോഗം മലയാളിക്ക് പല അർത്ഥത്തിലും നഷ്ടമാണെന്ന് നടനും സംവിധായകനുമായ ജോയി മാത്യു. പ്രതിസന്ധികളെ മറികടന്ന് വിജയക്കൊടി നാട്ടിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ചിരിയുടെ പൂരമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനോടാണ് ഇന്നസെന്റിനെ താരതമ്യപ്പെടുത്താൻ തോന്നുന്നതെന്നും ജോയി മാത്യു പറഞ്ഞു. ഒരാൾ എങ്ങനെയൊക്കെ ജീവിതത്തെ ഫേസ് ചെയ്തു
ഏതെല്ലാം ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തു, എങ്ങനെയെല്ലാം മറികടന്ന് ജീവിതത്തിൽ വിജയക്കൊടി നാട്ടി എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇന്നസെന്റ്. ചിരി മാത്രമല്ല, അദ്ദേഹം ഒരു ചിന്തകനാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. കാരണം ഓരോ തമാശയ്ക്കുള്ളിലും അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആഴമേറിയ ചിന്തകളാണ് എന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഫോണിലൂടെ ബന്ധപ്പെടും. അവസാനം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു തീരെ വയ്യ, സുഖമില്ല, ഇത്തവണ ചില തീരുമാനങ്ങൾ ഉണ്ടാവും എന്നൊക്കെ തമാശ രൂപത്തിൽ പറഞ്ഞു. എത്ര പെട്ടെന്നാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. എന്നാൽ രാത്രി ഈ വിവരം കേട്ടപ്പോൾ പിന്നെ ആകെ നമുക്കൊക്കെ എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് മൊത്തം ദുഃഖം തന്നെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇന്നസെന്റുമായുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സുഹൃത്തും കൊളംബോ ഹോട്ടൽ ഉടമയുമായ ജോർജ്. ഇന്നസെന്റ് എന്ന രാഷ്ട്രീയക്കാരനെ വാർത്തെടുത്ത ഈ ഹോട്ടലിൽ വെച്ചുള്ള നിർണായക ചർച്ചകളിൽ കൂടിയായിരുന്നു എന്ന് ജോർജ്. ക്യാൻസർ ബാധിതയായ മകൾക്ക് ഇന്നസെന്റ് നൽകിയ ധൈര്യവും ചെറുതല്ലെന്ന് ജോർജ് പറഞ്ഞു. ഇന്നസെന്റിന്റെ സുഹൃത്തും കൊളംബോ ഹോട്ടൽ ഉടമയുമായ ജോർജ് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് സ്മരിക്കുന്നത്? വളരെ ചെറുപ്പത്തിലേ തൊട്ട് ഞങ്ങളെ ഹോട്ടൽ, അന്ന് വളരെ ചെറിയ ഹോട്ടലാണ്, ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അന്നേ തൊട്ട് ഞങ്ങളെ അവിടെ വരും. ഇവിടെ വന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് വന്ന് കാപ്പി പിടിച്ച് ഇങ്ങനെ പോകും. അങ്ങനെ സിനിമയിലേക്ക് പോയി. അതിനുശേഷവും ഞങ്ങളുടെ കടയിൽ വരും. ഇരിഞ്ഞാലക്കുടയിൽ ഏതെങ്കിലും സിനിമാ നടന്മാരുടെ വഴി ഈ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ കയറ്റി ചായയും പൊറോട്ടയും ബീഫ്, ഞങ്ങളുടെ ഒരു അന്നത്തെ ഒരു ഫേവറേറ്റ്. ഇന്നിപ്പോൾ അത്രയ്ക്ക് ഇതില്ലെങ്കിലും അന്നത്തെ പൊറോട്ടയും ബീഫും നല്ല പ്രസിദ്ധമായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചു കൊടുക്കും. നെടുമുടി വേണു, ജനാർദ്ദനൻ, മോഹൻ, പിന്നെ മുകേഷ്, അവരൊക്കെ ഇതിലെ ഈ വഴിക്ക് പോകുമ്പോൾ അവർ ഇവിടെ കയറിയിട്ട് ഇങ്ങനെ കാണും. അപ്പോൾ അന്നത്തെ ഇങ്ങനെ പഴയ പടങ്ങളുണ്ട്, ഇവിടെ പറയും വിളക്കങ്ങൾ, അതിൻ്റെ ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്ത് വയ്ക്കും. ഇന്നത്തെ മാതിരി വീഡിയോ ഇതൊന്നുമില്ല. അപ്പോൾ ഈ ഫോട്ടോ ഞങ്ങളിവിടെ ഇങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാൻ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കും. പിന്നെ വൈകുന്നേരമായ ഇരിഞ്ഞാലക്കുട ഉണ്ടെങ്കിൽ ഇവിടെ എത്തും. എന്നും മിക്ക ദിവസം എത്തും. അന്ന് സിനിമ അത്രയ്ക്ക് ഇതായിട്ടില്ല, അമ്മയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ മാഷ്, ഈ കുഞ്ഞുകുട്ടൻ നമ്മുടെ അല്ലെങ്കിൽ ഫ്രണ്ട് ഒരു രവി മാഷ്, പന്തങ്കണ്ടത്തെ ബാലേന്ദ്രൻ, ഹുസൈൻ, ഇങ്ങനെ കുറേ ആൾക്കാർ വരും. അപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു വിറ്റടിച്ചിട്ട് ഇരിക്കുള്ളൂ. അപ്പോൾ അത് കേൾക്കാൻ ഈ കടലിൽ 4 ചുറ്റും അഴികളിട്ടിരിക്കണം. ഇന്നത്തെ മാതിരി ഇതല്ല. അപ്പോൾ അഴിയുമ്പോൾ പിടിച്ചിങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കും. ഭയങ്കര ചിരിയും ഒരു ടാസൊക്കെ ആയിരിക്കും. നല്ല രസമായിരുന്നു അത്. അപ്പോൾ 5 മണിയാവും ആൾക്കാർ നോക്കി വെക്കും, ഈ ഇന്നസെന്റ് വരുന്നുണ്ടോ, നമ്മുടെ മാഷ് വരുന്നുണ്ടോ, ഇങ്ങനെ ഇവരൊക്കെ പന്തങ്കണ്ടത്ത് ബാലേന്ദ്രൻ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ നല്ല രസമായിരുന്നു. ഈ ഇന്നസെന്റിലൊരു രാഷ്ട്രീയക്കാരൻ രൂപപ്പെട്ടത് ഇവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്നിട്ട് ഇവരിങ്ങനെ തീരുമാനിച്ചു, അവരെ ഫ്രണ്ട്സുകളൊക്കെ പഴയ പറഞ്ഞു. അപ്പോൾ കൗൺസിലർ ആവാൻ ഇവിടെ നിന്നിട്ട് തീരുമാനിച്ചു. അന്ന് 18 ഇന്നസെന്റ് അങ്ങനെ ഒരു 18-ാം വാർഡിലാണ് നിന്നിരുന്നത്. അതൊക്കെ ഇവിടെ നിന്ന് തന്നെ തീരുമാനിച്ചു. ഇവിടെ വന്നിട്ട് കൂടിയാലേക്ക് ഇവിടെ നിന്ന് പ്രചരണത്തിനൊക്കെ പോയിരുന്നത്. അത് നല്ലൊരു ഇതായിരുന്നു. ഈ ഇന്നസെന്റ് MP ആയ ശേഷമൊക്കെ ഇവിടെ വരാണ്ട് പോവില്ല. ഒന്ന് വന്ന് കണ്ട് കയറി വണ്ടി ഇത് ഇവിടെ ഉണ്ട്. അപ്പം നല്ല രസം. അപ്പം ഞങ്ങൾ പറയും, അപ്പം അങ്ങനെ പറയും താഴ്ത്തിടാന്ന് പറയും. വേണ്ട, MP വണ്ടി ഇവിടെ കിടക്കട്ടെ, ഞങ്ങൾക്കൊരു അതല്ലേ എന്നാണ്. പിന്നെ എൻ്റെ മകൾക്ക് സുഖമില്ലാണ്ടായപ്പോൾ ക്യാൻസർ വന്നപ്പോൾ, അപ്പം ഇങ്ങേർക്ക് 2 കൊല്ലമായിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഡോക്ടറെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങൾക്ക് അതിൻ്റെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തെന്ന്. പിന്നെ ക്യാൻസറിൻ്റെ എന്ത് പരിപാടിയും എറണാകുളത്ത് നടക്കുമ്പോൾ ഇവളെ വിളിച്ച് പറയും. ഇങ്ങേർക്ക് അസുഖം കൂടിക്കൊണ്ടിരിക്കുമ്പോഴും ഒരു ദിവസമെങ്കിലും ഇവളെ വിളിക്കാണ്ടിരിക്കില്ല, ആശ്വസിക്കില്ല. അപ്പം ഞങ്ങൾ തന്നെ ആലോചിക്കും, ഇയാൾക്ക് എങ്ങനെ ഇത് പറ്റണത്? ഇയാൾ തന്നെ ഭയങ്കര ക്യാൻസർ രോഗിയാണ്, പിന്നെ എങ്ങനെ ഇയാൾക്ക് ഇത് പറ്റണമെന്ന്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഞങ്ങളൊരു ബന്ധമാണ്. പിന്നെ ഞങ്ങൾ എല്ലാ വീട്ടിലെ എന്ത് പരിപാടിക്കും ഞങ്ങളില്ലാത്തൊരു പരിപാടിയില്ല, ഞങ്ങളുടെ വീട്ടിലും നേരില്ലാത്തൊരു പരിപാടിയില്ല. നല്ല ഇതാണ്. അത്രയ്ക്കൊരു മനക്കരുത്തിന്റെ ഉടമയാണ്, നല്ല ധൈര്യമുള്ളത്. അത് എൻ്റെ മകൾക്ക് അസുഖം വന്നപ്പോൾ ആശ്വസിപ്പിക്കാൻ ഇത്ര പറ്റി. പുള്ളിയുടെ ഇഷ്ട ഭക്ഷണം എന്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്? പൊറോട്ടയും ബീഫാണ്. അത് എല്ലാവരും ചെല്ലുമ്പോഴും പറയും, കൊളംബോയിലെ പൊറോട്ടയും ബീഫും കഴിക്കണം. അതാണ്. പിന്നെ വളർന്നപ്പോൾ പിന്നെ അതൊക്കെ ടേസ്റ്റ് മാറിയല്ല. അന്നേ പഠിക്കണ അല്ല, ഇവിടെ ഞാനക്കൂടെ ഉള്ള കാലത്തും പൊറോട്ടയും ബീഫാണ് കൊളംബോയിൽ വന്ന് കഴിക്കുക. എല്ലാവർക്കും വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അത് ഞാനൊരു വീക്ക്നെസ് പോലെയാണ്. അപ്പോൾ എല്ലാത്തിലും പറയും ഇങ്ങനെ. അത് വരവേൽപ്പ് സിനിമയിലാണ്ട് പറഞ്ഞിട്ടുണ്ട്, ബീഫ് കഴിക്കണ ഞാൻ കൊളംബോയിൽ നിന്ന് കഴിക്കണമെന്ന്. ഇവരുടെ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുണ്ടാവുള്ളൂ. സിനിമയല്ല വരുമ്പോഴേക്ക് ഇങ്ങനത്തെ അതിൽ അന്നത്തെ എന്താ പറയുക തമാശകളൊക്കെ പറഞ്ഞ് ഇവിടെ ഭയങ്കര ചിരിയും ഇതൊക്കെ ആയിരിക്കും. അതൊക്കെ നല്ല രസമായിരിക്കും. ക്യാമറമാൻ KP ധനേഷിനൊപ്പം രാഹുൽ ദാസ്, News 18 തൃശൂർ.
വാർത്തയിൽ നിന്ന് തുടരുന്നു. പ്രതിപക്ഷ ബഹളത്തിനിടെ കൊച്ചി കോർപ്പറേഷൻ ബജറ്റ് അവതരിപ്പിച്ചു. മേയർക്കെതിരെ അവിശ്വാസ നോട്ടീസ് നൽകിയ പ്രതിപക്ഷം ബജറ്റ് രേഖകൾ കീറിയെറിഞ്ഞ് പ്രതിഷേധിച്ചു. യാഥാർത്ഥ്യബോധത്തോടെ ഉള്ളതാണ് ബജറ്റ് എന്ന് മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ അവകാശപ്പെട്ടപ്പോൾ പഴയ പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ നിർദ്ദേശങ്ങളില്ലാത്തതും മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ ഈ ബജറ്റിലും പറയുന്നില്ലെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭ ഈ മാലിന്യ സംസ്കരണത്തിലെടുത്ത യു ടേൺ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പല കാര്യങ്ങളിലും എടുക്കുകയാണ്. കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഡിവിഷൻ ഫണ്ട് അലോക്കേറ്റ് ചെയ്യാത്ത ബഡ്ജറ്റ് ഞങ്ങൾ ഫിനാൻസ് കമ്മിറ്റി ധൈര്യമായി അവതരിപ്പിച്ചു. ഞാൻ അതിന് ഡെപ്യൂട്ടി മേയറെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഇന്ന് വരെ കൊച്ചി നഗരസഭയുടെ ചരിത്രത്തിൽ എല്ലാ ഡിവിഷനിലേക്കും ഡിവൈഡ് ചെയ്ത് ഫണ്ട് കൊടുക്കുന്ന രീതി ഇത്തവണ അവസാനിപ്പിച്ചു. സാമ്പത്തികമായ ഒരു അടിത്തറയിലേക്ക് പോകാൻ കഴിയുന്ന നിർദ്ദേശങ്ങളാണ് ആ ബഡ്ജറ്റിലുള്ളത്. അതുപോലെ തന്നെയാണ് മാലിന്യ സംസ്കരണം. ഡിവിഷൻ തലത്തിൽ ചെയ്യുമ്പോൾ മാലിന്യം കുറയുമ്പോൾ അത് ഡിവിഷൻ തലത്തിലും വീടുകളിലും സംസ്കരിക്കപ്പെടുമ്പോൾ ഈ രംഗത്തെ വലിയ അഴിമതി അവസാനിക്കും, പാഴ്ചെലവ് അവസാനിക്കും. നാളിതുവരെ ഒന്നും ചെയ്യാതെ വീണ്ടും ജനങ്ങളെ വിഷപ്പുകയിലേക്ക് തള്ളിവിടുന്ന ഒരു ഭരണസമിതിയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ജനങ്ങളിൽ നിന്നുണ്ടാവും. അതോടൊപ്പം തന്നെ കൗൺസിലർമാരും ഞങ്ങളുടെ അവിശ്വാസത്തിന് കൂടെ നിൽക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതോടൊപ്പം നമുക്കറിയാം നമ്മുടെ പ്രദേശം മുഴുവൻ ഇപ്പോൾ ഇന്നലത്തെ കത്തുപിടുത്തത്തോടുകൂടി നമ്മുടെ ഫുഡ് വേസ്റ്റ് ബ്രഹ്മപുരത്തേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് മാലിന്യം സ്തംഭനാവസ്ഥയിലാണ് ഇന്ന് കൊച്ചി നഗരം. ആ സമയത്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയും റോഡുകൾ മുഴുവൻ മാലിന്യ കൂമ്പാരം തന്നെയാണ്. ഇവിടെ ഒരു മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഇവിടെ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. മേയർക്കെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം അടുത്ത മാസം ചർച്ചയ്ക്ക് വരും. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, മേയർക്കെതിരെ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. അവിശ്വാസ പ്രമേയമടക്കം അവർ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? ഇന്ന് നഗരസഭ പ്രക്ഷുബ്ധമായിരുന്നോ? രഞ്ജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന പ്രതിഷേധം, പ്രത്യേകിച്ച് ബ്രഹ്മപുരം തീപിടുത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു പ്രതിഷേധം തുടർന്നു വരികയാണ്. അത് തന്നെയാണ് ഇന്നും കൗൺസിൽ ഹാളിനകത്തേക്ക് വന്നത്. ഇതിനു മുൻപ് ചേർന്ന കൗൺസിൽ വിളിച്ചെങ്കിൽ അത് ചേരാൻ പോലും കഴിഞ്ഞില്ല. അത്രയ്ക്ക് കടുത്തതായിരുന്നു പ്രതിഷേധം. ഇന്ന് ബജറ്റ് ആയതുകൊണ്ട് അത് ബഹിഷ്കരിക്കാതെ അതിനകത്ത് തന്നെ നിൽക്കുക എന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് പോയത്. ബജറ്റ് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ കൂട്ടമായി പ്രതിപക്ഷ അംഗങ്ങൾ അകത്തേക്ക് എത്തുന്നു. BJP അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായി നടുത്തളത്തിലേക്ക് വരുന്നത്. ബജറ്റ് അവതരണം കഴിയും വരെയും ഈ പ്രതിഷേധം കടുത്ത രീതിയിൽ തന്നെ തുടർന്നു. ബജറ്റ് അവതരണം പൂർത്തിയാക്കി മടങ്ങുന്നു. പിന്നീട് മേയർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് കൃത്യമായ പദ്ധതികൾ, അത് ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു പദ്ധതികൾ അത് അച്ചടക്കത്തോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു അവകാശവാദമാണ് മേയറുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. പക്ഷേ അതേസമയം അങ്ങനെയല്ല. കൃത്യമായ രീതിയിലുള്ളൊരു ഫോളോ അപ്പ് പോലും ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്നില്ല. കഴിഞ്ഞ ബജറ്റിലും അതോടൊപ്പം തന്നെ ഈ ബജറ്റിലും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. പ്രത്യേകിച്ച് മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു പ്രൊജക്ട് പ്ലാനിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല. ഗ്രീൻ ട്രിബ്യൂണലിൽ പിഴ അടയ്ക്കേണ്ട കാര്യങ്ങൾ വരുന്നു. അതിനൊരു അപ്പീൽ നൽകുന്നതിനെക്കുറിച്ച് അത്തരം ചില കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇതൊന്നുമില്ലാതെ തന്നെ വെറും മിഥ്യാധാരണകൾ മാത്രമാണ് ബജറ്റിനെ പൊതിഞ്ഞിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഒപ്പം തന്നെയും ഈ ബ്രഹ്മപുരത്തെ ഇന്നലെയും തീപിടുത്തവും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടേക്ക് ഈ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ ഇതിൻ്റെ എല്ലാം തന്നെ നീക്കം നിലച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നഗരം വീണ്ടും മാലിന്യക്കൂട്ടയാവുന്നു. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊരു കാഴ്ചപ്പാട് പോലും ഭരണപക്ഷത്തിന് നഷ്ടപ്പെടുന്നുവെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ഇന്ന് രാവിലെ ജില്ലാ കളക്ടറെ കണ്ട്, ജില്ലാ വരണാധികാരി കൂടിയാണ് അദ്ദേഹം, കളക്ടറെ കണ്ട് അവിശ്വാസ പ്രമേയം സംബന്ധിച്ച നോട്ടീസ് നൽകുന്ന മേയർക്കെതിരായി ഏപ്രിൽ 10 അത് ചർച്ചയ്ക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലെ ഒരു അംഗസംഖ്യയിൽ LDF അത് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ ഈ ഒരു സംഭവങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മേയർക്ക് ഭരണസമിതിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയവും ശ്രദ്ധേയമാകും. ഇതിൽ ആരെങ്കിലും ഒരു 3-4 അംഗങ്ങളുടെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ ഒരു വ്യത്യാസമാണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും മാറി ചിന്തിച്ചാൽ അത് വലിയ തിരിച്ചടി ഭരണപക്ഷത്തിന് ഉണ്ടാവുകയും ചെയ്യും. രഞ്ജിത, ഡാനി പോൾ വിവരങ്ങൾ പങ്കുവച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ പാർലമെന്റിന് അകത്തും പുറത്തും പ്രതിഷേധം. ലോക്സഭ സമ്മേളിച്ച ഉടനെ നടുത്തളത്തിൽ ഇറങ്ങിയ കോൺഗ്രസ് അംഗങ്ങൾ സ്പീക്കർക്ക് നേരെ പേപ്പറുകൾ കീറിയെറിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 4 മണി വരെയും രാജ്യസഭ 2 മണി വരെയും നിർത്തിവെച്ചു.
सदन की कार्रवाई 4 बजे तक के लिए स्थगित की जाती है। പ്രതിഷേധ സൂചകമായി കറുപ്പ് വസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എംപിമാർ സഭയിലെത്തിയത്. വിജയ് ചൌക്കിൽ കോൺഗ്രസിന് പുറമെ DMK, CPM, CPI തുടങ്ങിയ പ്രതിപക്ഷ കക്ഷികളും അണിചേർന്നു. लेकिन तरीका है പ്രധാനമന്ത്രി ഇന്ത്യൻ ജനാധിപത്യത്തെ ചവിട്ടിമെതിക്കുകയാണെന്ന് മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചു. को बचाओ, कानून के तहत हुकूमत करो और इसीलिए हम ये चाहते हैं कि जब कानून को अब हाथ में लेंगे तो देश में डेमोक्रेसी बर्बाद हो जाएगी और किसी को आजादी नहीं रहेगी, ना बोलने की आजादी, ना अपनी कहने की आजादी नहीं रहेगी। इसीलिए हम ये प्रोटेस्ट कर रहे हैं। और जो अदानी आज इतना बड़ा आदमी बन गया है, उसके बारे में सरकार क्यों चुप है कि इलीगल तरीके से अपने पैसे कमाए हैं, तो उसके बारे में हम JPC चाहते हैं. യൂത്ത് കോൺഗ്രസിന്റെ പാർലമെന്റ് മാർച്ച് തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പേരിൽ ഇടതു വലതു മുന്നണികൾ ഒന്നിച്ചുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. അഴിമതിക്കാരുടെ സംഘവുമാണ് കേരളത്തിലെന്നും അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ കോടതി നടപടി ഒരു കാരണമായി എടുത്ത് കേരളത്തിൽ തങ്ങളുടെ സ്വാഭാവിക സഖ്യകക്ഷികളായിട്ടുള്ള LDFും UDFും ഒറ്റ മുന്നണിയായി ഇപ്പം മാറിയിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങളാകെ സംശയത്തിലാണ്. ഇപ്പൊ ഗോവിന്ദനെയും സുധാകരനെയും കണ്ടാൽ ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല. രണ്ടുപേരും ഒരുപോലെ ആയിരിക്കുകയാണ്. സുധാകര ഗോവിന്ദൻ എന്നായി LDFും UDFും മാറിയിരിക്കുക. എല്ലാ അഴിമതിക്കാരും ഒരു കുടക്കീഴിൽ വന്നിരിക്കുകയാണ്. രാജ്യവ്യാപകമായി ഉണ്ടായിട്ടുള്ള അഴിമതിക്കാരുടെ സംഗമം സംസ്ഥാനത്ത് എല്ലാ കൊള്ളക്കാരുടെയും ഒരു സംസ്ഥാന സമ്മേളനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അയോഗ്യനാക്കിയ വിജ്ഞാപനം പിൻവലിക്കാത്ത ലോക്സഭാ സെക്രട്ടേറിയറ്റ് നടപടിക്കെതിരെ ലക്ഷദ്വീപ് മുൻ MP മുഹമ്മദ് ഫൈസൽ സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. ഇന്ന് കോടതി നടപടികൾ ആരംഭിച്ച ഉടനെ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ഫൈസലിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് അംഗീകരിക്കുകയായിരുന്നു. വിചാരണ കോടതി വിധിച്ച ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം റദ്ദാക്കിയിരുന്നു. എന്നാൽ അംഗത്വം പുനഃസ്ഥാപിക്കാത്തതിനാൽ മുഹമ്മദ് ഫൈസലിന് പാർലമെന്റിൽ പ്രവേശിക്കാനായിട്ടില്ല. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ കേസിൽ 3 പേർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. ദീപക്, COT നസീർ, ബിജു പറമ്പത്ത് എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി കണ്ടെത്തിയത്. 2013 ഒക്ടോബർ 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. കണ്ണൂരിൽ വെച്ച് കാറിന് നേരെയുണ്ടായ കല്ലേറിൽ ഉമ്മൻചാണ്ടിക്ക് പരിക്കേറ്റിരുന്നു. കേസിൽ പ്രതിയേർക്കപ്പെട്ടിരുന്ന മുൻ MLA-മാരായ C. കൃഷ്ണൻ, KK നാരായണൻ അടക്കം 110 പേരെ കോടതി വെറുതെ വിട്ടു. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ വിജിലൻസ് റെയ്ഡ്. ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നുവെന്ന പരാതി തുടർന്നാണ് റെയ്ഡ്. സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ, വിവിധ ജില്ലകളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ എന്നിവരുടെ ഓഫീസിലും വിവിധ ജില്ലകളിലെ ഭക്ഷ്യസുരക്ഷാ ലാബുകളിലും മിന്നൽ പരിശോധന നടത്തും. ഐശ്വര്യ അനിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അനിൽ, ഐശ്വര്യ, ഈ പ്രധാനപ്പെട്ട പരിശോധനയ്ക്ക് പിന്നിൽ എന്തായിരുന്നു? എന്തെങ്കിലും കണ്ടെത്തലുണ്ടോ? രഞ്ജിത്ത്, സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങി മേന്മ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിപണിയിൽ വിൽക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതായി വിജിലൻസിന് രഹസ്യ വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ ഹെൽത്ത് വെൽത്ത് എന്ന പേരിൽ ഇന്ന് രാവിലെ 11 മണി മുതൽ സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറുടെ കാര്യാലയത്തിലും ഒപ്പം തന്നെ 14 ജില്ലകളിലെ അസിസ്റ്റന്റ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർമാരുടെയും ഓഫീസുകളിലും തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യസുരക്ഷാ ലാബുകളിലും ഒരേ സമയം മിന്നൽ പരിശോധന നടത്തുന്നത്. ഈ പരിശോധന പുരോഗമിക്കുന്നതേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് ഇവിടെ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്, എന്തെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും വിജിലൻസിന് ലഭിച്ച അതായത് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഈ കൈക്കൂലി വാങ്ങുന്നത് അടക്കമുള്ള നടപടികൾ ഉണ്ടാകുന്നു എന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വിജിലൻസിന്റെ മിന്നൽ
പരിശോധന പുരോഗമിക്കുന്നത്. ഐശ്വര്യ ആനിൽ വിവരങ്ങൾ പങ്കുവച്ചു. വടകര അഴിയൂരിലെ കശുവണ്ടി വികസന കോർപ്പറേഷൻ സ്ഥലത്ത് തീപിടുത്തം. പുൽക്കാടിനാണ് തീപിടിച്ചത്. ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. വടകരയിൽ നിന്നും മാഹിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘമാണ് തീ അണച്ചത്. മാഹിയിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് തീ അണയ്ക്കുകയായിരുന്നു. മാജിദ് ചിരിപ്പെരുമ.